Assalamualaikum. Hi students. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ആദ്യത്തെ കാട്ടോമേം രാഹ് ബനാത്തെ ഹെ എന്ന പോയം അതിൻ്റെ 6 വരി പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ പോയം എല്ലാവരും മനസ്സിരുത്തി പഠിച്ചെന്ന് വിശ്വസിക്കുന്നു. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കണം. അപ്പോൾ ആദ്യത്തെ 6 വരിയുടെ അർത്ഥം എന്തായിരുന്നു നമ്മൾ പറഞ്ഞത്? കവി എന്താണ്? ഇതിൻ്റെ രചനാകൃത്ത് രചയിതാവ് ആരാണ്? ഈ കവിത എഴുതിയ ആ കവി ആരാണ്? अदे रामधारी सिंह दिनकर जी. उनके प्रमुख रचनाओं में से एक है कांटों में राह बनाते हैं. उनकी कई दूसरे रचनाएं हैं हुंकार, रेणुका, कुरुक्षेत्र, उर्वशी आदि. तो उनकी वो कवि है, उसके साथ साथ निबंधकार है, लेखक है. उन्हें हिंदी के श्रेष्ठतम कविगण में निहित है हमारी रामधारी सिंह दिनकर जी. तो उनकी रचना, इस रचना में कांटों में राह बनाते हैं, इस रचना में इसमें पहला 6 पंक्तियाँ हम पढ़ चुके हैं. इसका आशय मैं एक और बार बोलती हूँ. कवि दिनकर जी कहते हैं कि मुसीबत जब आती है, मुसीबत कोई भी मुसीबत या विघ्न जब आती है, तब कमजोर व्यक्ति या कायर व्यक्ति या डरपोक लोग क्या करते हैं? घबरा जाते थे. डरपोक माने क्या है? तुम लोगों को पता है ना? डरपोक कायर का समानार्थ है डरपोक. और കംസോർ ഓൾസോ കംസോർ എന്ന് പറയുന്നതും ഇതേ സെയിം മീനിങ് തന്നെയാണ് പറയുന്നത്. അപ്പോൾ कवि दिनकर जी कहते हैं कि मुसीबत जब आती है तब कायर लोग या कमजोर लोग उससे घबरा जाते हैं. सूरमा नहीं विचलित होते, लेकिन बहादुर लोग उससे विचलित नहीं होते. क्षण एक नहीं धीरज खोते, एक क्षण के लिए भी वो अपना धैर्य नहीं खोते हैं. अपना धैर्य खोने के लिए वो धैर्य खोता भी नहीं. लेकिन वीर पुरुष अपने मार्ग से नहीं हटते, अपने जो लोग चलते हैं उस मार्ग से नहीं हटते. അവർ പോകുന്ന വഴി മധ്യേ ആരെങ്കിലും പ്രശ്നവുമായിട്ടോ വിപത്തിയുമായിട്ടോ വന്നാൽ പോലും അവരെന്ത് ചെയ്യുന്നില്ല? അവരുടെ മാർഗത്തിൽ നിന്ന് വിട്ടുമാറുന്നില്ല. वे जरा सी देर के लिए भी अपना धैर्य नहीं छोड़ते, एक ही क्षण के लिए अपना धैर्य नहीं छोड़ते. ഒരു നിമിഷത്തേക്ക് പോലും അവരുടെ ധൈര്യം അവർ നഷ്ടപ്പെടുത്തുന്നില്ല. वे विघ्नों परेशानियों को धैर्य से अपनाकर उनका सामना करते हुए समाधान ढूंढते हैं. वे जरा सी देर के लिए अपना धैर्य नहीं छोड़ते. वे विघ्नों परेशानियों, എന്തെങ്കിലും പ്രശ്നങ്ങളോ ബുദ്ധിമുട്ടുകളോ ഉണ്ടായാൽ പോലും അതിനെ ധൈര്യസമേതം അതിനെ നേരിട്ടുകൊണ്ട് അതിനാവശ്യമായിട്ടുള്ള ഉപായങ്ങൾ അവർ കണ്ടെത്തും. അർത്ഥാത് സമസ്യാവോ കോ ठीक प्रकार हल कर लेते हैं. അതായത് എന്തു പ്രശ്നം വന്നാലും അതിനെല്ലാം സോൾവ് ചെയ്യാനുള്ള സൊല്യൂഷൻ കണ്ടുപിടിക്കാനുള്ള കഴിവ് ആർക്കുണ്ട്? ധീരന്മാരായിട്ടുള്ള വ്യക്തികൾക്കുണ്ട്. അവർ ബുദ്ധിപരമായിട്ടാണ് കാര്യങ്ങൾ ചെയ്യുന്നത്. അപ്പോൾ ഇത്രയാണ് നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ചിട്ടുണ്ടായിരുന്നത്. ഇതിൻ്റെ ബാക്കി വരികളിലേക്ക് നമുക്ക് പോകാം. है कौन विघ्न ऐसा जग में, ठिक सगे आत्मी के मग में, खम ढोक ढेलता है जब नर, पर्वत के जाते पाव उखड़, मानव जब जोर लगाता है, पत्थर पानी बन जाता है. तो एक और बार मैं इस कविता का वाचन करती हूँ. सच है विपत्ति जब आती है, कायर को ही दहलाती है. सूरमा नहीं विचलित होते, क्षण एक नहीं धीरज खोते. विघ्नों को गले लगाते हैं, कांटों में राह बनाते हैं. है कौन विघ्न ऐसा जग में, ठिक सगे आत्मी के मग में, खम ढोक ढेलता है जब नर, पर्वत के जाते पाव उखड़, मानव जब जोर लगाता है, पत्थर पानी बन जाता है. तो इसमें कवि कहता है कि कोई भी मुसीबत ऐसी नहीं है जो बहादुर आदमी का रास्ता रोक सके. അതായത് ഏതെങ്കിലും ധീരന്മാരായിട്ടുള്ള ആൾക്കാരുടെ മാർഗത്തിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്നാൽ അതവർക്കൊരു പ്രശ്നമേ അല്ല, അതവർക്ക് വെറും നിസ്സാരമാണ്.
जब पुरुषार्थी मनुष्य उत्साह से आगे बढ़ता है, ധീരന്മാരായിട്ടുള്ള മനുഷ്യർ മുന്നോട്ട് പോകുന്ന സമയത്ത് തബ് പഹാഡ് ഭി ഹിൽ ജാത്താ ഹെ, ആ സമയം പർവ്വതം പോലും വിറച്ച് കുലുങ്ങുമായിരുന്നു. मनुष्य जब अपनी कार्यक्षमता प्रदर्शित करता है तब कठिन काम आसान हो जाते हैं. मनुष्य अपनी कार्यक्षमता जब प्रदर्शित होता है तब क्या करता है, तब अपनी कार्यक्षमता प्रदर्शित करता है तब कठिन काम भी आसान हो जाता है. മനുഷ്യൻ എപ്പോഴാണോ അവരുടെ കാര്യക്ഷമത, അവരുടെ കഴിവ് പുറത്തെടുക്കുന്നത്, ആ സമയത്ത് ഏതൊരു കാര്യവും അവർക്ക് എന്തായിത്തീരും, എളുപ്പമുള്ളതായിത്തീരും. ആസാൻ, ആസാൻ മീൻസ് ഈസി, എളുപ്പമുള്ളത്. ആസാൻ ഹോ ജാത്താ ഹെ, എളുപ്പമുള്ളതായിത്തീരും. ജൈസെ പത്ഥർ പിഘൽക്കർ പാനി കാ രൂപ ലേ ജാത്തി ഹെ, അതായത് പാറ പിളർന്ന് അതിൽ നിന്ന് വെള്ളം വരിക. നമുക്കറിയാലോ കിണറൊക്കെ കുഴിക്കുന്നത് എങ്ങനെയാണ്. നമ്മൾ പാറ, നമ്മുടെ ഭൂമിയിൽ നമുക്ക് കുഴിയെടുത്തിട്ടാണ് നമ്മൾ കിണർ കുഴിക്കുന്നത് അല്ലേ. അപ്പോൾ ഈ കുഴിച്ച് പാറക്കെട്ടുകൾ ഉണ്ടാവും. പാറക്കെട്ടുകൾ പൊട്ടിക്കുമ്പോൾ നല്ല തെളിനീര് ആ പാറയ്ക്കകത്തുണ്ടാവും. അപ്പോൾ അതുപോലാണ് ഇവിടെ ധീരന്മാരുടെ കാര്യങ്ങൾ, രീതികൾ അദ്ദേഹം ഇവിടെ പറയുന്നത്. ഒന്നുകൂടി പറയാം. ഹേ കോൻ വിഘ്ന ഏസാ ജഗ്മേ ഠിക് സകേ ആത്മീ കെ മഗ്മേ खम ढोक ढेलता है जब नर पर्वत के जाते पाव उखड़ मानव जब शोर लगाता है पत्थर पानी बन जाता है. कवि कहता है कि कोई भी मुसीबत ऐसी नहीं है जो बहादुर आदमी का रास्ता रोक सके. അതായത് ധീരനായിട്ടുള്ളൊരു വ്യക്തിയുടെ മാർഗത്തിൽ ഒന്നും തന്നെ അദ്ദേഹത്തെ നേരിടേണ്ടി വരുന്നില്ല. അദ്ദേഹം എന്ത് തന്നെയായാലും അതിനെ നേരിടാൻ സമർത്ഥനാണ്, കാര്യക്ഷമതയുള്ളവനായിരിക്കും. എന്ത് പ്രശ്നം വന്നാലും അദ്ദേഹത്തിന് അതൊരു വലിയ കാര്യമേ അല്ല. അദ്ദേഹം ആ തടസ്സങ്ങളെല്ലാം നീക്കം ചെയ്ത് മുന്നോട്ട് പോവുക തന്നെ ചെയ്യും. जब पुरुषार्थी मनुष्य उत्साह से आगे बढ़ता है तब पहाड़ भी हिल जाता है. खम ढोक ढेलता, देखो यहाँ कुछ नए शब्द भी हैं. खम ढोक ढेलता, खम ठोक ढेलता, उसका अर्थ भी यहाँ दिया गया है. ललकारना परेशानी का साहस के साथ, ലൽക്കാർന യാ പരേശാനി കാ സാഹസ് കെ സാത്ത്, അതായത് ബുദ്ധിമുട്ടുകളോട് കൂടി. ഹേ ജബ് നർ പർവ്വത് കെ ജാത്തെ പാവുഖഡ്, അതായത് ബഹാദൂർ ലോക് പേടിയില്ലാതെ കാര്യക്ഷമമായിട്ട് എന്തെങ്കിലും പ്രവൃത്തികൾ ചെയ്താൽ പർവ്വതങ്ങൾ പോലും അവരെ കണ്ട് ഭയന്ന് വിറച്ച് മാറി നിൽക്കും എന്നാണ് ഈ വരികളോട് അദ്ദേഹം പറയുന്നത്. मानव जब जोर लगाता है पत्थर पानी बन जाता है. मानव जब अपना कार्यक्षमता प्रदर्शित करते हैं तब क्या करते हैं, तब सभी काम उनके लिए आसान हो जाते हैं. सभी काम, എന്തൊരു കാര്യമായാലും അവർക്കത് ഈസി ആയിട്ട് ചെയ്യാൻ കഴിയുമെന്നാണ് ഇവിടെ കവി പറയുന്നത്. അപ്പോൾ നമുക്കൊന്നുകൂടി കവിത വായിക്കാം. सच है विपत्ति जब आती है कायर को ही दहलाती है. सूरमा नहीं विचलित होते क्षण एक नहीं धीरज खोते. विघ्नों को गले लगाते हैं कांटों में राह बनाते हैं. है कौन विघ्न ऐसा जग में टिक सके आत्मी के मग में. खम ढोक ढेलता है जब नर पर्वत के जाते पाव उखड़. मानव जब शोर लगाता है पत्थर पानी बन जाता है. यहाँ कुछ नया शब्द भी है, देखो समानार्थ है. समानार्थ विघ्न, विघ्न है बाधा, बाधा तड़सम डिस्टर्बेंसेस. मग, मग का अर्थ है मार्ग, मार्ग या रास्ता, मार्ग या रास्ता. और खम ढोक ढेलता, खम ढोक
खम ढोक ढेलता, उसका अर्थ है परेशानी, परेशानी का साहस के साथ, विघ्न बाधा मग मार्ग खम ढोक ढेलता परेशानी का साहस के साथ, ये है नया शब्द इसमें दिया गया है। तो एक और बार मैं इस कविता की वाचन करती हूँ, ध्यान से सुनना। सच है विपत्ति जब आती है, कायर को ही दहलाती है, सूरमा नहीं विचलित होते, क्षण एक नहीं धीरज खोते, विघ्नों को गले लगाते हैं, कांटों में राह बनाते हैं, है कौन विघ्न ऐसा जग में, टिक सके आत्मी के मग में, खम ढोक ढेलता है जब नर पर्वत के जाते पाँव उखड़, मानव जब जोर लगाता है, पत्थर पानी बन जाता है। तो ഇതിൻ്റെ അർത്ഥം എന്താണെന്ന് മനസ്സിലായി കാണുമല്ലോ എല്ലാവർക്കും. അപ്പോൾ കവി ഇവിടെ ഉദ്ദേശിക്കുന്നത് എത്രമാത്രമാണ്, അതായത് എന്തൊരു പ്രശ്നം വന്നാലും അത് സമൂഹത്തിൽ നമ്മളാൽ പോലും നമ്മളെ ബാധിക്കുന്ന എന്തൊരു പ്രശ്നം വന്നാലും നമ്മൾ പേടി കൂടുതൽ നമ്മുടെ മനസ്സിലുള്ളവരാണെങ്കിൽ നമുക്കതിനെ നേരിടുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടായിരിക്കും. പേടിയുള്ളവർക്ക് പേടിച്ചിരിക്കാനേ പറ്റുള്ളൂ അല്ലേ, അവരൊന്നിനെയും ഫേസ് ചെയ്യാൻ തയ്യാറല്ല, അവർക്ക് കാരണം കൂടുതൽ ഭയമാണ് ഉള്ളിൽ. അപ്പോൾ പേടി മാറ്റി വെച്ചിട്ട് നമ്മൾ എന്തിനേയും നേരിടാനുള്ള ക്ഷമതയുള്ളവരായി തീരുക, അതിനുള്ള ധൈര്യം നമ്മൾ സംഭരിക്കുക. അങ്ങനെയാണെങ്കിൽ എന്ത് പ്രശ്നവും നമുക്ക് എങ്ങനെയാക്കി തീർക്കാം, ഈസി ആയിട്ട് ചെയ്തു തീർക്കാം, എളുപ്പം നമുക്ക് ചെയ്തു തീർക്കാം, നമ്മൾ പേടിക്കുകയേ വേണ്ട ഒരു കാര്യത്തിലും. അപ്പോൾ എന്ത് കാര്യവും ധൈര്യസമേതം ചെയ്യുക എന്നുള്ളതാണ് ഇവിടെ കവി പറയുന്നത്. അങ്ങനെ ധൈര്യത്തോടു കൂടി ചെയ്യുമ്പോൾ അവരുടെ മുൾപ്പാതകൾ പോലും അവർക്ക് സുഗമമായിട്ട് നടന്നു നീങ്ങത്തക്ക രീതിയിലുള്ള വഴികളായിത്തീരും. അതുപോലെ അവരുടെ ധൈര്യം കണ്ട് പർവ്വതങ്ങൾ പോലും പേടിച്ചു വിറയ്ക്കുകയും ചെയ്യും എന്നാണ് പറയുന്നത്. അപ്പോൾ ധൈര്യമുള്ളവരുടെ കാര്യക്ഷമത ജബ് പ്രദർശിത ഹോത്തേ ഹേ തബ് ഉൻകെ കാം ആസാൻ ഹോ ജാത്തേ ഹേ, അവർക്ക് കാര്യക്ഷമത പ്രദർശിപ്പിക്കുകയാണെങ്കിൽ അവർക്ക് ചെയ്യാനുള്ള കാര്യങ്ങൾ എന്തായിരിക്കും, പെട്ടെന്ന് എളുപ്പത്തിൽ ചെയ്തു തീർക്കാൻ പറ്റുന്നതായിരിക്കും എന്നാണ് കവി ഇവിടെ അർത്ഥമാക്കുന്നത്. അപ്പോൾ ഇത്രയും വരികളുടെ അർത്ഥം മനസ്സിലാക്കി കവിത നന്നായിട്ട് മനസ്സിലിരുത്തി പഠിക്കുക. അപ്പോൾ ബാക്കി വരികൾ നമ്മൾ അടുത്ത ക്ലാസ്സിൽ പഠിക്കുന്നതായിരിക്കും.